വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ECGയെ കുറിച്ചുള്ള ക്ലാസ്സുകളായിരുന്നു ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ECGയുടെ ലീഡ്സിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ വാട്ട് ഈസ് ECG, ലീഡ്സിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഗ്രാഫ് പേപ്പറിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നോർമൽ ECGയുടെ തന്നെ കുറച്ചും കൂടി ബേസിക് ഫണ്ടമെൻ്റൽസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ECGയിൽ നമുക്ക് യൂഷ്വലി വരുന്നത് P വേവ്, അതുപോലെ തന്നെ QRS കോംപ്ലക്സ്, അതുപോലെ തന്നെ T വേവ്. ഓക്കെ, അതുപോലെ തന്നെ U വേവും കാണപ്പെടാറുണ്ട് ചില സിറ്റുവേഷൻസ്. റൈറ്റ്, അപ്പോൾ ഏതൊക്കെയാണ് ECGയിലെ വേവ്സ് എന്ന് പറയുന്നത്? P, QRS കോംപ്ലക്സ് എന്നാണ് നമ്മളിതിന് മൂന്നിനും കൂടി പറയുന്നത്. ദെൻ T വേവ്, U വേവ്. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓരോന്നിൻ്റെയും ബേസിക് പാർട്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് P വേവ്. ഓക്കെ, അപ്പോൾ P വേവ് നമ്മളെന്താണ് ഈ ഫസ്റ്റ് കാണുന്ന വേവ് അല്ലേ? ഈ P വേവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ദി ഏട്രിയൽ ഡീപോളറൈസേഷൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഏട്രിയൽ ഡീപോളറൈസേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണ്? P വേവ് വഴിയാണ്. ഓക്കെ, അതായത് ഏട്രിയൽ സിസ്റ്റോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ അല്ലെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്താണ്? P വേവ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. അത് ഇറ്റ്സ് റെപ്രസെൻറ്റിങ് ബോത്ത് റൈറ്റ് ഏട്രിയ ആൻഡ് ലെഫ്റ്റ് ഏട്രിയ. അത് അനദർ പോയിൻ്റാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇനി ECGയിൽ P വേവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് നമുക്ക് എത്ര ബോക്സിൽ എന്ത് ചെയ്യണം, P വേവ് കൊള്ളിക്കണം എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം ECGയിൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെന്താണ് സ്മോൾ സ്ക്വയേഴ്സും അതുപോലെ തന്നെ ലാർജ് സ്ക്വയേഴ്സും പറഞ്ഞിരുന്നു അല്ലേ ECGയിൽ. അപ്പോൾ ഇതാണെന്ത്, ഒരു ലാർജ് സ്ക്വയർ എന്ന് പറയുന്നത്. അതിലുള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ സ്മോൾ സ്ക്വയേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ എന്താണ്, നമുക്കിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ലീഡ് V3യിലെ P വേവിനെ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ ലീഡ് V6ലെ P വേവിനെ ഞാൻ ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, P വേവ് ആണ് അല്ലേ? അപ്പോൾ ഈ P വേവ് എത്ര ബോക്സിൻ്റെ ഉള്ളിൽ ഒതുങ്ങണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നോർമലി നമുക്കറിയാം P വേവ് എത്ര ബോക്സിൽ ഒതുങ്ങിയിരിക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നറിയോ? അതായത് P വേവിൻ്റെ നോർമൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, 3 സ്മോൾ സ്ക്വയേഴ്സിന് ഈക്വലൻ്റ് ആണ്. 3 സ്മോൾ സ്ക്വയേഴ്സിൻ്റെ ഉള്ളിൽ P വേവ് എന്ത് ചെയ്തിരിക്കണം, ഒതുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, P വേവ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ നമുക്കറിയാം, 3 സ്മോൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ എത്ര വരും, ഒരു സ്മോൾ സ്ക്വയർ 40 മില്ലി സെക്കൻഡ് ആണ്. അപ്പോൾ ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ഏകദേശം 120 മില്ലി സെക്കൻഡ് ആണ് എന്ത്, ഒരു P വേവിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ P വേവിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മാക്സിമം എത്ര പെട്ടിയുടെ ഉള്ളിൽ ഒതുങ്ങണം, 3 പെട്ടിയുടെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഒതുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, 3 സ്മോൾ സ്ക്വയേഴ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ഈ P വേവ് ഒതുങ്ങിയിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ P വേവിനും എന്തുണ്ട്, ഇതുപോലെ തന്നെ ഹൈറ്റ് ഉണ്ട്. നമുക്കറിയാം ഹൈറ്റ് നമ്മൾ Y ആക്സിസിലാണ് ECGയിൽ എടുക്കുക. അപ്പോൾ എന്താണ്, ഇങ്ങനെ 5 × 5 25 സ്മോൾ സ്ക്വയർ എന്തുണ്ടാവും, ഒരു ECG ലാർജ് സ്ക്വയറിൻ്റെ ഉള്ളിലുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു 3 സ്മോൾ സ്ക്വയർ ആയിരിക്കണം ECGയുടെ P വേവിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതിവിടെ Y ആക്സിസിൽ 3 ബോക്സ് എടുത്തു P വേവിന്. അതുപോലെ തന്നെ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലിംബ് ലീഡിലും ചെസ്റ്റ് ലീഡിലും ഡിഫറൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് യൂഷ്വലി മില്ലി വോൾട്ടിലാണ് മെഷർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മില്ലി വോൾട്ടിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ 3 ബോക്സിൻ്റെ ഉള്ളിൽ ഒതുങ്ങുകയും വേണം. അതുപോലെ തന്നെ എത്ര ഹൈറ്റിൽ പോകാം എന്നുള്ളത് അത് ലീഡിനനുസരിച്ചിരിക്കും. നമുക്കറിയാം ലിംബ് ലീഡുകളുണ്ട്, ചെസ്റ്റ് ലീഡുകളുണ്ട്. ലിംബ് ലീഡുകൾ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. അതിൽ 3 ബൈപോളാർ, അതുപോലെ തന്നെ 3 യൂണിപോളാർ ലീഡുകൾ. ഓക്കെ ആണല്ലോ? ചെസ്റ്റിൽ 6 യൂണിപോളാർ ലീഡുകളാണ് നമ്മുടെ അടുത്തുള്ളത് അല്ലേ? അപ്പോൾ അത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ലിംബ് ലീഡിൽ P വേവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് 2.5 mm വരെ പോകാൻ പറ്റും. അതായത് 1 mm എന്ന് പറയുന്നത് 1 മില്ലി വോൾട്ട് ആണ് നമുക്കറിയാം. അപ്പോൾ എന്താണ്, 2.5 മില്ലി വോൾട്ട് ആയിരിക്കണം ഇതിൻ്റെ മാക്സിമം ഹൈറ്റ്. ഓക്കെ, അപ്പോൾ 2.5 സ്ക്വയർ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ,
അപ്പോൾ 2.5 ബോക്സിൻ്റെ ഉള്ളിലെ പി വേവ് പൊന്താൻ പാടുള്ളൂ നോർമലി. അതുപോലെ തന്നെ അത് ഏത് ലിംബ് ലീഡിലാണെങ്കിൽ, അതേസമയം ചെസ്റ്റ് ലീഡിലാണെങ്കിൽ അദ്ദേഹത്തിന് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം 1.5 mm താഴെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പി വേവിൽ എന്ത് ചെയ്യേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 2.5 സ്മോൾ സ്ക്വയേഴ്സ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അതായത് 2.5 സ്മോൾ സ്ക്വയർ വരെ ഇതിനെന്ത് ചെയ്യാം, റൈസ് ആവാം ഈ പി വേവിന്. അതുപോലെ തന്നെ 3 സ്മോൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കണം. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വേവിനെയും കുറിച്ച് പഠിക്കുക. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. അതേപോലെ അത് ചെസ്റ്റ് ലീഡിലാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയാണ്, 1.5 സ്മോൾ സ്ക്വയറിൻ്റെ ഹൈറ്റിലേ വരാൻ പാടുള്ളൂ. അതേപോലെ തന്നെ മാക്സിമം എന്ന് പറയുന്നത് നമുക്ക് 3 എന്ത് ചെയ്യാം, സ്മോൾ സ്ക്വയറിൻ്റെ ഉള്ളിലായിരിക്കണം അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞത്, 120 മില്ലി സെക്കൻഡ്, അതുപോലെ തന്നെ നമ്മൾ 2.5 mm, അതേപോലെ തന്നെ 1.5 mm. ഏത് ലീഡിൽ 1.5 mm നമ്മൾ യൂസ് ചെയ്യുക യൂഷ്വലി ചെസ്റ്റ് ലീഡിൽ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ പി വേവിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് പി ആർ ഇൻ്റർവെലിനെ കുറിച്ച് പറയാം. പി ആർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് പി വേവ് അല്ലേ, പിന്നെ നമുക്ക് ക്യൂ വേവ് ഉണ്ട്, അതുപോലെ തന്നെ ആർ ഉണ്ട്, ക്യു ആർ എസ് കോംപ്ലക്സ് അല്ലേ, അതുപോലെ തന്നെ ടി വേവ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ പി ആർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് പി വേവ് ആണ്. പി വേവ് മുതൽ ഈ ക്യൂ വേവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ, അതായത് പി ആർ എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും പി ക്യൂ വരെ നമ്മൾ എടുക്കുന്നുള്ളൂ ബേസിക്കലി. അപ്പോൾ പി ആർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി അത് എത്രയാണ് വരുന്നത്, ഞാൻ ആദ്യം സ്മോൾ സ്ക്വയറിൻ്റെ കണക്കിൽ പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേഷന് എളുപ്പമുണ്ടാകും. പി ആർ ഇൻ്റർവെൽ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ് പി വേവ് അല്ലേ. ക്യൂ വേവ് എന്ന് പറയുന്നത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ക്യു ആർ എസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്, അത് ഞാൻ ഇവിടെ എഴുതാം, ക്യു ആർ എസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏട്രിയ ഡീപോളറൈസ് ചെയ്ത ശേഷം നമുക്കറിയാം നമ്മുടെ കാർഡിയാക് പേസ് മേക്കർ ആയിട്ടുള്ള എസ് എ നോഡ് അല്ലേ, എസ് എ നോഡ് റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ പാർട്ടിലാണുള്ളത്. അവിടെ നിന്ന് എന്ത് ചെയ്യണം, എ വി നോഡിലേക്ക് എത്തണം. അതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യുക, വെൻട്രിക്കിളിലേക്ക് നമ്മളെ കണ്ടക്റ്റീവ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഇമ്പൾസ് കൈമാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ പി ആർ ഇൻ്റർവെൽ എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ക്യു ആർ എസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. അപ്പോൾ അത് തുടങ്ങുന്ന മുന്നേ എന്ത് ചെയ്യണം, ഇവിടെ ഉണ്ടായിരുന്ന പി വേവിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇവിടെ എത്തണം. അപ്പോൾ പി ആർ ഇൻ്റർവെൽ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എ വി നോഡൽ കണ്ടക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഇമ്പൾസ് എസ് എ നോഡിൽ നിന്ന് എ വി നോഡിലേക്ക് എത്താനെടുക്കുന്ന സമയമാണ് പി ആർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അനോമലീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പി ആർ ഇൻ്റർവെൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്ത ന്യൂമറിക്കൽ പറയാൻ പോവുകയാണ്. അപ്പോൾ പി വേവിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 2.5 mm ഹൈറ്റ് അല്ലെങ്കിൽ 1.5 mm based on the limbs, and the duration should be 3 small squares. So then coming to PR interval that is usually it includes 3 to 5 small squares when we are describing the duration of PR interval. It means that they are basically 120 to 3 small squares in y-axis means 120, and 5 into 3 means 150. 3 to 5 small squares, right? So 5 into 40, right? So 200. So 120 to 200 millisecond. So PR interval we have explained it as 200 milliseconds. Okay, maximum duration. So 3 to 5 small squares into ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം, PR interval should be ended, right? സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പി ആർ ഇൻ്റർവെല്ലിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 കമ്പോണൻറ്റിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമുക്കറിയാം ക്യു ആർ എസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ആളല്ലേ. ഓക്കെ, അപ്പോൾ ഈ ക്യു ആർ എസ് കോംപ്ലക്സ് നമ്മൾ പറയുന്ന സമയത്ത് അതിൽ നമ്മൾ എന്ത് ചെയ്യാം, ക്യൂ വേവിന് എടുക്കാം. ഓക്കെ, ക്യൂവിനെ നമ്മൾ യൂഷ്വലി സ്മോൾ ലെറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യൂ നോട്ട് ഈക്വൽ ടു ക്യൂ, ക്യാപിറ്റൽ ക്യൂവും എന്താണ്, ഇത് രണ്ടും ഈക്വൽ അല്ല എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ബിക്കോസ് ലാർജ് ക്യൂ വേവിനെ നമ്മൾ ലാർജ് ക്യൂ വേവ് അതൊരു അനോമലിയാണ് ശരിക്കും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്ററാണ് എന്ത്, ക്യൂ വേവ്, ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്മോൾ ക്യൂവും ക്യാപിറ്റൽ ക്യൂവും ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ഇ സി ജിയിൽ ഈക്വൽ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് പാടില്ല. അതേപോലെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു എക്കോയും ഇ സി ജിയും ഒന്നല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ് കോമൺലി നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ അടുത്തുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ക്യൂ വേവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ, നമുക്കറിയാം ഇപ്പോൾ ഇമ്പൾസ് എവിടെയാണുള്ളത്, എസ് എ നോഡിൽ നിന്ന്
എ ബി നോഡിലേക്ക് എത്തി. എ ബി നോഡിൽ നിന്ന് നമുക്ക് എന്താ പറയാം, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ നടക്കണം അല്ലേ. അപ്പോൾ എന്താണ് നമുക്കറിയാം, സെപ്റ്റം ഉണ്ട് അല്ലേ. വെൻട്രിക്കിൾസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിൽ സെപ്റ്റം ഉണ്ട് അല്ലേ. അപ്പോൾ ക്യൂ വേവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ക്യൂ വേവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെപ്റ്റൽ സ്റ്റിമുലേഷനെ കുറിച്ചാണ്. ഓക്കെ, സെപ്റ്റൽ ആക്ടിവേഷൻ എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ സെപ്റ്റൽ ആക്ടിവേഷൻ ആണ് എന്ത് ക്യൂ വേവ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ക്യൂ വേവിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സെപ്റ്റൽ ആക്ടിവേഷൻ മൂലം ഫോം ചെയ്യുന്ന ക്യൂ വേവിനെ കുറിച്ചാണ്. അപ്പോൾ ക്യൂ വേവും ഇതേപോലെ എത്ര സ്മോൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കണം? നമ്മൾ പി വേവിന് 3 ബോക്സ് വരെ ആവാമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ക്യൂ വേവിന് മാക്സിമം ഒരു സ്മോൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, പുള്ളിക്കാരൻ ഒതുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടൈം ലിമിറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം എന്ത്, 40 മില്ലി സെക്കൻഡ്സ് വരെ ക്യൂ വേവ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം എത്രയാണ്, 1 mm, അതായത് 1 മില്ലി വോൾട്ട് വരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിൻ്റെ ലിമിറ്റ് പാടുള്ളൂ. അപ്പോൾ നമ്മൾ ECGയിൽ എന്ത് ചെയ്യാം, എപ്പോഴും ക്യൂ വേവിനെ നോക്കുന്ന സമയത്ത് ഒരു സ്മോൾ ബോക്സ്, അതായത് 25 ഇത്തരം ബോക്സുകൾ കൂടുമ്പോഴാണ് ഒരു ലാർജ് സ്ക്വയർ ആവും അല്ലേ. അപ്പോൾ അത്രയും സ്മോളായിട്ട് എന്തായിരിക്കണം, ക്യൂ വേവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മളെ ക്യൂ വേവിനെ കുറിച്ച് പറയാനുള്ളത്. ക്യൂ വേവ് ഒരു സ്മോൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ ലെങ്ത് വൈസും അതേപോലെ തന്നെ എക്സിലും വൈയിലും എന്ത് ചെയ്തിരിക്കണം, ഒതുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, എക്സിൽ 1 മില്ലിമീറ്റർ എന്ന് അല്ല, ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മില്ലി സെക്കൻഡും, അതുപോലെ തന്നെ വൈയിൽ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മില്ലി സെക്കൻഡുമാണ്, എത്ര മില്ലി വോൾട്ടാണ്? ഓക്കെ, 1 മില്ലി വോൾട്ടുമാണ്. അപ്പോൾ ഇത്രയും ചെറിയ ആളാണ് എന്ത് ക്യൂ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ചെറിയ ആളായതുകൊണ്ട് നമ്മൾ സ്മോൾ ക്യൂവിലാണ് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ JN ക്യൂ വേവിന് നമ്മൾ ക്യൂ എന്ന ക്യാപിറ്റൽ ലെറ്ററിലാണ്, അത് നമ്മൾ അനോമലീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നോർമൽ ഇതിൽ ക്യൂ വേവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ്സ് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂ വേവ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് QRS കോംപ്ലക്സിനെ ആസ് എ ഹോൾ യൂണിറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം QRS കോംപ്ലക്സ് ഫസ്റ്റ് ഒരു സ്മോൾ ക്യൂ വേവ് ഉണ്ടാവും, പിന്നെ ഒരു വലിയൊരു R ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്മോൾ S ഉണ്ടാവും, റൈറ്റ്. അപ്പോൾ ഇതാണ് എന്ത് QRS കോംപ്ലക്സ് എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പോൾ ഈ QRS കോംപ്ലക്സിൽ നമുക്ക് 3 കമ്പണൻസ് ഉണ്ട് അല്ലേ, QRS, റൈറ്റ്. അപ്പോൾ ഈ 3 ഭാഗവും മാക്സിമം എത്ര വരെ ഹൈറ്റ് പോകാം, മാക്സിമം എത്ര വരെ നീളാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര സ്മോൾ സ്ക്വയർ, എത്ര ലാർജ് സ്ക്വയർ, ഈ രീതിയിലാണ് നമ്മൾ അടുത്തതും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതിൻ്റെ QRSൻ്റെ ഇൻ്റർവെൽ. ഞാൻ തിരിച്ച് പറയാം, നേരത്തെ പറഞ്ഞ പോലെ 80 to 120 മില്ലി സെക്കൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. 80 to 100 മില്ലി സെക്കൻഡ്. ഓക്കെ, 80 to 100 മില്ലി സെക്കൻഡ് ആയിരിക്കണം എന്ത് ഇതിൻ്റെ എക്സ് ആക്സിസിലെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഓട്ടോമാറ്റിക്കലി 80 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്മോൾ സ്ക്വയറാണ്. 100 മില്ലി സെക്കൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 സ്മോൾ സ്ക്വയറാണ്. അപ്പോൾ 2.5 സ്മോൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം, മാക്സിമം ഇദ്ദേഹം ഒതുങ്ങിയിരിക്കണം. അപ്പോൾ എന്താണ് 1, 2, 2.5 ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, QRS തീർന്നിരിക്കണം, റൈറ്റ്. അപ്പോൾ അതാണ് എന്ത് QRSൻ്റെ എന്ത് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ QRS എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, QRS എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? QRS എന്ന് പറയുന്നത് നമുക്കറിയാം വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ QRSൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ QRS 2 to 2.5 സ്മോൾ സ്ക്വയർ അല്ലെങ്കിൽ 100 to 100 മില്ലി സെക്കൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞു. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഒരു പുതിയൊരു വേർഡാണ്. ഈ പോയിന്റ്, അതായത് QRS കോംപ്ലക്സ് എൻഡ് ചെയ്യുന്ന ഞാൻ ഈ ഡാർക്ക് കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് ഈ പോയിന്റിന് പറയുന്ന പേരാണ് J പോയിന്റ് എന്ന് പറയുന്നത്. J പോയിന്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു നെയിം നിങ്ങൾ ഓർത്തിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും പോയിന്റ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി ബാക്കി വരുന്നത് നമ്മൾ QRSും കഴിഞ്ഞു. ഇനി QRSൻ്റെ ശേഷം ഞാനിതൊരു R വേവ്, ഇത് S കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്ലാറ്റ് ലൈനിനാണ് കാണാൻ പറ്റുക. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, നമ്മളുടെ T വേവ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം ഈ കാണുന്ന സ്ട്രെയിറ്റ് പാർട്ടിന് പറയുന്ന പേരാണെന്ത്, നമ്മൾ ഐസോ ഇലക്ട്രിക് സെഗ്മെൻറ്റ് എന്ന് പറയും. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും യൂഷ്വലി. ഓക്കെ, അപ്പോൾ എന്താണ് അതിന് പറയുന്നത്, ഐസോ ഇലക്ട്രിക് സെഗ്മെൻറ്റ് എന്ന് പറയും. ഐസോ ഇലക്ട്രിക് സെഗ്മെൻറ്റ്. അപ്പോൾ J പോയിന്റ് എന്താണെന്ന് പറഞ്ഞു, ഐസോ ഇലക്ട്രിക് സെഗ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പിന്നെ T വേവിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, T വേവിലേക്ക് വരാം. ഇപ്പോൾ QRS കോംപ്ലക്സിന് ഐസോ ഇലക്ട്രിക് സെഗ്മെൻറ്റും കഴിഞ്ഞിട്ട് വരുന്ന ആളാണെന്ത് നമ്മളെ T വേവ്, റൈറ്റ്. ഓക്കെ, അപ്പോൾ T വേവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ഓക്കെ, അപ്പോൾ സ്റ്റിമുലേറ്റഡ് ആയ വെൻട്രിക്കിളിന് എന്ത് ചെയ്യാണ്,
ആ ഇമ്പൾസ്, ഇലക്ട്രിക്കൽ ഇമ്പൾസ് കുറഞ്ഞു വരിക എന്നുള്ളതാണ് റീ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റിമുലേഷൻ കൂട്ടുക എന്നുള്ളതാണ്. സ്റ്റിമുലേഷൻ കുറക്കുന്ന ഒരു ഫേസാണ് ഇത് റീപോളറൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ടി വേവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ടി വേവിന് എത്ര ഹൈറ്റ് പോകാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പി വേവിൻ്റെ കേസിൽ പറഞ്ഞത് എത്രയായിരുന്നു? നമുക്ക് ഈ പൊന്തുന്നത് എത്ര വരെ പൊന്താമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് ലീഡിനനുസരിച്ചായിരിക്കും ഈ എത്ര റൈസ് ആവാം എന്ന് പി വേവിൻ്റെത് പറഞ്ഞത്. 2.5, 1.5. അതേപോലെ തന്നെ ഇതിന് എത്ര വരെ റൈസ് ആവാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ലിംബ് വി ആർ ഗോയിങ് ടു യൂസ്. ഓക്കെ, അപ്പോൾ ലിംബ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 12 ലീഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ പിന്നെ ഏത് ലീഡ്സിനെ ബേസ് ചെയ്ത് ലിംബ് ലീഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ ചെസ്റ്റ് ലീഡ്സും ഉണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ടി വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് ലീഡിൽ എന്ത് ചെയ്യാം, നമുക്ക് 10 മില്ലിമീറ്റർ ഹൈറ്റ് വരെ എന്ത് ചെയ്യാം, മൂപ്പരാൾക്ക് റൈസ് ആവാം. അതായത് 10 മില്ലി വോൾട്ട് വരെ എന്ത് ചെയ്യാം, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വരാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെസ്റ്റ് ലീഡ്സ് ആണെങ്കിൽ അറൗണ്ട് 5 മില്ലിമീറ്റർ അല്ലെങ്കിൽ 5 മില്ലി വോൾട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ സ്ക്വയർ ആണ്. ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇത്രയും മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 5 സ്മോൾ സ്ക്വയർ വരെ എന്ത് ചെയ്യാം, ടി വേവിന് റൈസ് ആവാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. 5 പിന്നെ സ്മോൾ സ്ക്വയർ, അതായത് ഒരു ലാർജ് സ്ക്വയറിന് ഹൈറ്റ് വരെ ആൾക്ക് പോവാം, ടി വേവിന് റൈസ് ആവാം എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നോർമൽ ഇ സി ജിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോയിട്ടുള്ളൊരു സാധനമാണ് യു വേവ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോമിനൻ്റ് യു വേവ് എന്ന് പറയുന്നത് ഒരു അബ്നോർമാലിറ്റിയുടെ ഭാഗമാണ്. ബട്ട് നോർമലി യു വേവ് കാണപ്പെടാറുണ്ട്. എന്താണ് യു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PQRS കോംപ്ലക്സ് T, അത് കഴിഞ്ഞിട്ട് ചെറിയൊരു വേവ് കാണാറുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് യു വേവ്. ഈ യു വേവ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിലേഡ് റീപോളറൈസേഷൻ ഓഫ് പാപ്പിലറി മസിൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ വാൽവുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ട്രൈക്കസ്പിഡ്, ബൈക്കസ്പിഡ് എന്നൊക്കെ പറയുന്നത്. അവരെ പിടിച്ച് പുള്ള ചെയ്യുന്ന മസിലാണെന്ത്, പാപ്പിലറി മസിൽ. ഓക്കെ, അപ്പോൾ അവർ സാധാരണ ഹാർട്ട് ഡീപോളറൈസ് ചെയ്ത ശേഷമാണ് എന്ത് ചെയ്യുക, ഡീപോളറൈസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡിലേഡ് ആയിട്ടായിരിക്കും അവരുടെ റെസ്പോൺസ് കാണിക്കുക. അപ്പോൾ വാട്ട് ഈസ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് യു വേവ്? വി ക്യാൻ സേ ഇറ്റ് ആസ് ഡിലേഡ് റീപോളറൈസേഷൻ. ഓക്കെ, സോ റീപോളറൈസേഷൻ ഓഫ് പാപ്പിലറി, ഓക്കെ, ഡിലേഡ് റീപോളറൈസേഷൻ, ഓക്കെ, ഓഫ് പാപ്പിലറി മസിൽസ്. ഇത്രയാണ് എന്ത് യു വേവിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോളണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, എല്ലാ വേവ്സിനെയും കുറിച്ച് പറഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് QT ഇൻ്റർവെൽ എന്ന് പറയും. QT ഇൻ്റർവെൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് Q വേവ് അറിയാം, T വേവ് അറിയാം. അതിൻ്റെ ഡ്യൂറേഷൻ, അതാണ് QT ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവെൽ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൈം ബേസ്ഡ് ആയിരിക്കും നമ്മൾ പറയാം അല്ലേ. അപ്പോൾ ഇത് എത്ര വരെ നീളാം? നമ്മൾ പറഞ്ഞു എന്താണ്, പിന്നെ PR ഇൻ്റർവെൽ എന്ന് പറയുന്നത് 3 to 5 സ്മോൾ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ PR ഇൻ്റർവെൽ ഞാനിവിടെ കാണിക്കാം. എന്താണ് PR ഇൻ്റർവെൽ? ദിസ് പാർട്ട്, റൈറ്റ്. ഇതാണ് PR ഇൻ്റർവെൽ. ഇതിന് മാക്സിമം എത്ര വരെ പോകാം? 3 to 5 സ്മോൾ സ്ക്വയേഴ്സ്. ഇതാണെന്ത് നമുക്ക് എന്ത് പറയാം, QT ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വെൻട്രിക്കിളിൻ്റെ എടുക്കുന്ന ടൈം. ഓക്കെ, അപ്പോൾ QT ഇൻ്റർവെൽ എന്ത് ചെയ്യാം, പ്രൊലോങ്ഡ് ആവാം. ഓക്കെ, അതുപോലെ തന്നെ അത് ഡിക്രീസ്ഡ് ആവാം, ഒക്കെ ആബ്നോർമാലിറ്റിയിൽ പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നോർമലി എത്ര വരെ പോകാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 360 to 440 മില്ലി സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 40 മില്ലി സെക്കൻഡ് ഒരു സ്മോൾ സ്ക്വയറിൻ്റെ ഈക്വലാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം 9 സ്മോൾ സ്ക്വയേഴ്സ് വരെ മിനിമം ഉണ്ടായിരിക്കണം. മാക്സിമം പോയാൽ 11 സ്മോൾ സ്ക്വയർ എന്ത് ചെയ്തിരിക്കണം, ഒതുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് 9 to 11 സ്മോൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, QT കുറച്ചും കൂടി ലെങ്തിയർ ആണ്. കാരണം എന്താ വെച്ചാൽ ഏട്രിയും വെൻട്രിക്കിളും കമ്പയർ ചെയ്യുന്ന സമയത്ത് വെൻട്രിക്കിൾ ഈസ് മച്ച് മോർ ബിഗർ, റൈറ്റ്. So they can take much more timer. Atria can take at almost 3 to 5 small squares, and ventricle is double the size of atria. So we can remember like that, approximately 10 small squares, right? That means 9 to 11 small squares it can take. So that is regarding the time. Okay ആണല്ലോ. സോ ദാറ്റ് ഈസ് നോർമൽ പാർട്ട്. ഓക്കെ, ഇനി നമ്മൾ ഓരോരോ ഇ സി ജിയിൽ റീഡിങ്ങിൽ IP വാർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന കുറച്ച് വാല്യൂസ് അതെങ്ങനെ കണ്ടെത്താം എന്നുള്ള രീതിയിലുള്ള പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ഹാർട്ട് റേറ്റ്. സോ ഹാർട്ട് റേറ്റ് മീൻസ് ഹൗ മെനി ബീറ്റ്സ് പെർ മിനിറ്റ്, റൈറ്റ്. അതെങ്ങനെ നമ്മൾ ഇ സി ജിയിൽ കണ്ടെത്തും? അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. ഞാൻ സ്ക്രീനിൽ കുറച്ച് ഒരു ഇത് വരക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഇ സി ജി വരക്കാൻ പോവാണ്. ദിസ് ഈസ് PQRS T
then again P QRS T, right? So നമുക്ക് ഇതിനെ ബോക്സിലേക്ക് ആക്കുന്ന സമയത്ത് സപ്പോസ് നമുക്ക് ഇതിനെ ഞാൻ ECG ഗ്രാഫിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും ഇത് ഒരു കുറച്ച് ലാർജ് സ്ക്വയേഴ്സ് ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡെപ്പിക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലാർജ് സ്ക്വയേഴ്സിൻ്റെ ഒരു ലിസ്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ വേവ്, ഓക്കെ, ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇത്ര ഏകദേശം ഒരു 5 ലാർജ് സ്ക്വയർ ഏതിൻ്റെ 2 RR വേവിൻ്റെ ഇടയിൽ വരുന്നുണ്ട് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. സപ്പോസ് ദിസ് ഈസ് ദ കേസ്, റൈറ്റ്? 5 ലാർജ് സ്ക്വയേഴ്സ്. ഓക്കെ, അപ്പോൾ ഫോർമുല എന്ന് പറയുന്നത് ഒരുപാട് ഫോർമുലാസ് ഉണ്ട് ഹാർട്ട് റേറ്റ് ECG എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമുക്ക് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ സ്ക്വയേഴ്സ് ബേസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ 1500 ഡിവൈഡഡ് ബൈ സ്മോൾ സ്ക്വയേഴ്സ് ബിറ്റ്വീൻ 2 Rs എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോർമുല ഞാൻ പറഞ്ഞു. ഇനി എന്താണ് R? ദിസ് ഈസ് ദ R അല്ലേ, ദിസ് ഈസ് ദ അനദർ R. അപ്പോൾ ഇതാണ് സ്മോൾ സ്ക്വയർ നമ്മൾ എണ്ണി നോക്കുന്ന സമയത്ത് ഇത് അറൗണ്ട് ഒരു 50 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും ലെങ്തിയർ ആയിട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്? നമ്മൾ എണ്ണി പോകുമ്പോൾ നമ്മളെ കോൺസെൻട്രേഷൻ തെറ്റിപ്പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ലാർജ് സ്ക്വയറിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എണ്ണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 300 ഡിവൈഡഡ് ബൈ ലാർജ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ 2 Rs. അപ്പോൾ ലാർജ് സ്ക്വയേഴ്സ് ഒന്ന് ജസ്റ്റ് റഫായിട്ട് എണ്ണിയാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ. അപ്പോൾ ഇത് അറൗണ്ട് 4, അതേപോലെ തന്നെ 4 ഫുള്ളില്ല, അപ്പോൾ അറൗണ്ട് 4.9 ഒക്കെ ഉള്ളൂ അല്ലേ. അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 4.9 ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 300 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താ അറിയാൻ പറ്റും, അതിൻ്റെ ഹാർട്ട് റേറ്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലാർജ് സ്ക്വയറിനെ ബേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സേഫർ ആൾട്ടർനേറ്റീവ് എക്സാമിൻ്റെ ഒക്കെ സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 60 ബീറ്റ്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഹാർട്ട് റേറ്റ്. ഇനി ഇതേപോലെ തന്നെ എന്ത് സംഭവിക്കാം, ഈ RRൻ്റെ ഇടയിൽ 3 ലാർജ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 300 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 100 ആണ് അദ്ദേഹത്തിൻ്റെ. ഓക്കെ, അപ്പോൾ എന്താണ് 100 ബീറ്റ്സ് പെർ മിനിറ്റ് എന്ന് കിട്ടും. അതേപോലെ 2 ലാർജ് സ്ക്വയർ ആണെങ്കിൽ 300 ബൈ 2 150 ആവും. അപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ, 60 എന്ന് ബീറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 5 ലാർജ് സ്ക്വയർ വേണം. അതുപോലെ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര അറിയാം, 3 ലാർജ് സ്ക്വയർ വേണം. ഓക്കെ, അപ്പോൾ 3 to 5 ലാർജ് സ്ക്വയറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, നമുക്കറിയാം നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 60 to 100 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ, അതായത് RR ഇൻ്റർവെൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഹാർട്ട് റേറ്റ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി 5 ലാർജ് സ്ക്വയറും ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ് എന്ത് ചെയ്യും, കുറയും. 3 ലാർജ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടും. അപ്പോൾ RR ഇൻ്റർവെൽ ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഹാർട്ട് റേറ്റ്. ഓക്കെ, അതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, 3 to 5 ലാർജ് സ്ക്വയർ ആയിരിക്കണം എന്തിൻ്റെത്, RR ഇൻ്റർവെല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ 1 more ടിപ്പ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ 5 to 3 ലാർജ് സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒതുങ്ങണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 5 ലാർജ് സ്ക്വയറിൻ്റെ എബവ് ആയി കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഹാർട്ട് റേറ്റ് വീണ്ടും കുറയാണ്. സോ 60 കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രാഡിക്കാർഡിയ എന്ന് പറയും അല്ലേ. അപ്പോൾ RR ഇൻ്റർവെല്ലിൽ 5 ലാർജ് സ്ക്വയറിൽ എബവ് ആയാൽ ഇറ്റ് ഈസ് ബ്രാഡിക്കാർഡിയ. ആൻഡ് 3 ലാർജ് സ്ക്വയറിൽ എബവ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോർ ദാൻ 100. സോ ദാറ്റ് ഈസ് ടാക്കിക്കാർഡിയ, റൈറ്റ്? അപ്പോൾ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷന് നമുക്ക് എന്ത് ചെയ്യാം, RR ഇൻ്റർവെല്ലിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഹാർട്ട് റേറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സിസ് ഓഫ് ECG എന്നുള്ള പാർട്ടാണ്. അപ്പോൾ ഈ ആക്സിസ് ഓഫ് ECG എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ആക്സിസ് ഓഫ് ECG, റൈറ്റ്? അപ്പോൾ ഓവറോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെക്റ്ററിൻ്റെ പേരിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ നോർമൽ ആക്സിസിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ സപ്പോസ് ഈ ഒരു ഡയറക്ഷനിലാണ് ഹാർട്ടിൻ്റെ ഓവറോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വരുന്നത് എന്ന് സപ്പോസ് ചെയ്തോളൂ നിങ്ങൾ മൈൻഡിൽ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാം. ഓക്കെ, ഓവറോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ലീഡുകളാണ് യൂസ് ചെയ്യുക.
നമുക്കറിയാം ഇ സി ജിയിൽ 12 ലീഡുകളുണ്ട് അല്ലേ. അപ്പോൾ മുന്നേ പഠിച്ച ചിത്രത്തിൽ നമ്മൾ 12 റെക്റ്റാങ്കിൾ ഓർക്കുന്നുണ്ടല്ലോ. അതിൽ നമ്മൾ 2 റെക്റ്റാങ്കിളുകളാണ് എന്ത് ചെയ്യുന്നത്, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ 2 ലീഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ് 1ഉം അതുപോലെ തന്നെ ലീഡ് AVFഉം. ഓക്കെ, ഇത് ബൈപോളാറാണ്, ഇത് യൂണിപോളാർ ലിംബ് ലീഡാണ്, റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 2 ലീഡുകളുടെ വാല്യൂ ആണ് ഞാൻ എന്ത് ചെയ്യുക എടുക്കുക. അപ്പോൾ ആക്സിസ് ഓഫ് ECG എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മാത്സിൽ വരച്ച പോലെ ഒരു ക്വാഡ്രൻറ്റ് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വാഡ്രൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും പോസിറ്റീവ്, സാധാരണ നമ്മൾ പിന്നെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും പ്ലസ് വരിക അല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഭാഗത്താണ് പ്ലസ്, ഈ ഭാഗത്താണ് നെഗറ്റീവ്. എക്സ് ആക്സിസ് ഈസ് ആസ് യൂഷ്വൽ. ബട്ട് എക്സ് ആക്സിസിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഏതിൻ്റെ ലീഡാണ്, നമ്മൾ ലീഡ് 1നെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ലീഡ് 1നെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ വൈ ആക്സിസിൽ ലീഡ് AVFനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആക്സിസ് ഓഫ് ECG കണ്ടെത്തുക എന്നുള്ളത്. ഇതിൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് പഠിച്ച പോലെയല്ല ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് താഴോട്ടാണ്, മൈനസ് മുകളിലോട്ടാണ്. അങ്ങനെ ജസ്റ്റ് വരച്ച് വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഈ 2 ലീഡുകൾ, അപ്പോൾ ഇത് ഏതൊക്കെയാണ് ലീഡ് 1 ആണ് ഈ കാണിച്ചിരിക്കുന്നത് എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ ലീഡ് AVF ആണ്. നോർമൽ ലിമിറ്റ് ഓഫ് ECG എന്ന് പറയുന്നത് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ക്വാഡ്രിലാറ്ററലിനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൽ മാത്രമല്ല ആക്സിസ് ഒതുങ്ങുന്നത്, ജസ്റ്റ് കുറച്ചും കൂടി നീട്ടി വരുന്നുണ്ട്. അതായത് ഏകദേശം -30. ഇത് ചിലർക്ക് മനസ്സിലാവില്ല കേട്ടോ, ഈ പോയിന്റ് കുറച്ച് ഹാർഡാണ്. അപ്പോൾ -30 മുതൽ ഇതൊരു +90 അല്ലേ, പ്ലസ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് ഏകദേശം 90, ഒരു +110 വരെയാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. -30 മുതൽ +110 ഇത്രയാണ് നോർമൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലായിരിക്കണം ഓവറോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ഇത് മനസ്സിലാക്കാൻ സിംപ്ലിസിറ്റിക്ക് നിങ്ങൾ ഹാർട്ടിൻ്റെ സ്ലോപ്പ് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ NCERTയിൽ പണ്ട് പഠിച്ച ആ ഹാർട്ടൊക്കെ ഒരു ചെരിവുണ്ടല്ലേ, ഒരു സ്ലോപ്പ് ഉണ്ട്. ആ ഒരു ആക്ച്വലി ദിസ് ഇസ് നോട്ട് ദ കൺസെപ്റ്റ്, ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ലോപ്പ് ആലോചിച്ചാൽ മതി. ഈ ഒരു ഇത് വരച്ച ശേഷം വെൻട്രിക്കിൾസിൻ്റെ ഒരു സ്ലോപ്പ് ഈ ഒരു റേഞ്ചിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അത് ഒരു ട്രിക്കാണ് സത്യം പറഞ്ഞാൽ, ഇറ്റ്സ് നോട്ട് ദി കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, ഞാൻ ഒരു ECG ചിത്രം നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ECG ചിത്രം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഒരു ECG നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് വാർഡിൽ നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും 12 റെക്റ്റാങ്കിൾ ബോക്സസ് ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആരൊക്കെ ലീഡ് 1നെയും AVFനെയും എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ലീഡ് 1ൽ നോക്കിയ സമയത്ത് ഫസ്റ്റ് ആക്സിസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് R-S ആണ്. ഓക്കെ, അപ്പോൾ R വേവിൻ്റെ ഹൈറ്റ് നോക്കാം, നമുക്ക് ആംപ്ലിറ്റ്യൂഡ് നോക്കാം. അത് എത്ര സ്മോൾ സ്ക്വയർസ് ഉണ്ട് നോക്കാം. ഓക്കെ, എത്ര ആംപ്ലിറ്റ്യൂഡാണ് നോക്കേണ്ടത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് R വേവ് -S ആണ് ആക്സിസ് കാണാനുള്ള, ഓരോ ലീഡിലെയും ആക്സിസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഞാൻ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ QRS കോംപ്ലക്സ്. ഞാനൊരു ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിൽ R വേവ് QRS ഈ രീതിയിലാണ് വരുന്നത് എന്ന് സപ്പോസ് ചെയ്തോളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ R വേവാണ്, ഇത് S വേവാണ്. ഇത് ലീഡ് 1ലെ റെക്റ്റാങ്കിളിൻ്റെ ഫോട്ടോ ആണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് സപ്പോസ് ചെയ്തോളൂ. അപ്പോൾ ലീഡ് 1ൽ നമുക്ക് നോക്കിയപ്പോൾ എനിക്ക് കിട്ടി ഒരു അറൗണ്ട് R വേവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 സ്മോൾ സ്ക്വയർസ് ഉണ്ട്. S വേവിൻ്റെ ഹൈറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 സ്മോൾ സ്ക്വയർസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 5 - 3 എത്രയാണ്, 2 സ്മോൾ സ്ക്വയർസ് അല്ലേ. ഓക്കെ, അപ്പോൾ 2 സ്മോൾ സ്ക്വയർ ഇത് ലീഡ് 1ൽ എനിക്ക് നോക്കിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ലീഡ് 1ൽ +2 ആണ് സ്മോൾ സ്ക്വയർസ് അല്ലേ. അപ്പോൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഈ ക്വാഡ്രൻറ്റിലാണ് വരുന്നത്, ഈ ക്വാഡ്രൻറ്റിലാണ് ലിംബ് 1ൻ്റെ പ്ലസ് വാല്യൂവിൽ ആക്സിസ് വരുന്നത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ആ 12 ഞാൻ വാർഡ് പോയപ്പോൾ ഒരു ECG കാർഡ് കണ്ടു, അതിൽ 1ൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. അതേപോലെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ലീഡ് 2ലും ഇതേപോലെ എടുക്കാൻ പോവാണ്. അല്ല, ലീഡ് AVF എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ് നോക്കൂ. ഇതേപോലെ ഇവിടെ 5 സ്മോൾ സ്ക്വയർസും കിട്ടി, ഇവിടെ 3 സ്മോൾ സ്ക്വയറും കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ 5 - 3 ഈസ് +2 റൈറ്റ്.
അപ്പോൾ 2 സ്മോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് മനസ്സിലായി? രണ്ടിലെയും ആക്സിസുകൾ പോസിറ്റീവാണ്. ഇനി ഞാൻ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ +2 എന്ന് എങ്ങനെ 10ാം ക്ലാസ്സിൽ പ്ലോട്ട് ചെയ്യാം? ഇവിടെ കൊണ്ടുപോയി പ്ലോട്ട് ചെയ്യും അല്ലേ? അതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? +2 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു പോയിന്റിൽ പ്ലോട്ട് ചെയ്യാം. കാരണം എന്താണ്? ഇവിടെയാണ് പ്ലസ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ പ്ലോട്ട് ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ECGയുടെ ആക്സിസ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് നോർമൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോർമൽ ആക്സിസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ വേറൊരു പേഷ്യൻറ്റ് നോക്കിയപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് ഓവറോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നിങ്ങളൊരു വെൻട്രിക്കിൾ ചെരിച്ച് നിൽക്കുന്നതായിട്ട് ആലോചിച്ചാൽ മതി. അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്ന റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ, അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ എന്ന് പറയാൻ പറ്റും ഓവറോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയുടെ ഡയറക്ഷൻ. ഇനി ചില കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അതാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആക്സിസ് ഡീവിയേഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ചില ആളുകൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? 1-2 പ്രോബ്ലം കൂടി ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊരു സുലൈമാൻ്റെ ECG ആണ് എടുത്തിട്ടുള്ളത് വിചാരിക്കാം. ഇനി ഞാൻ ഒരു അർജുൻ്റെ ECG എടുക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ഒരു അർജുൻ്റെ ECG എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായി R വേവിന് കുറച്ച് ഹൈറ്റ് കുറവും S വേവിന് കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ടാണ് കിട്ടിയതെന്ന് സപ്പോസ് ചെയ്തു. അപ്പോൾ എന്താണ്? R വേവ് സപ്പോസ് എനിക്ക് കിട്ടിയത് 3 സ്മോൾ സ്ക്വയറും S വേവിന് കിട്ടിയത് 4 സ്മോൾ സ്ക്വയറാണ് സപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആക്സിസ് ഓഫ് ഇത് ലീഡ് 1 ആണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? ലീഡ് 1ൻ്റെത് വരച്ചു, AVFൻ്റെത് വരച്ചു. AVFൽ ഈ പേഷ്യൻറ്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതും ഇതേപോലത്തെ ഒരു സിനാരിയോ ആയിരുന്നു. R വേവ് 1 സ്മോൾ സ്ക്വയറും S വേവിൽ അറൗണ്ട് 4 സ്മോൾ സ്ക്വയറും കിട്ടി. അപ്പോൾ നമുക്കറിയാം ഇവിടെ എത്രയാണ്? 3 - 4 എന്ന് പറയുമ്പോൾ -1 സ്മോൾ സ്ക്വയർ. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും -1 ഇവിടെയാണ് പ്ലസ് അല്ലേ? -1 എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് ലീഡ് 1ൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ലീഡ് AVFൻ്റെതോ നമുക്കറിയാം 1 സ്മോൾ സ്ക്വയർ ആണല്ലേ? അപ്പോൾ 1 - 4 എന്ന് പറയുമ്പോൾ -3. അപ്പോൾ -3 അപ്പോൾ ഈ ഭാഗത്തേക്ക് അല്ലേ? അപ്പോൾ ഇവിടെ അപ്പോൾ ഈ ഏകദേശം ഈ ഒരു റേഞ്ച് -1 -3 എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു റേഞ്ച് അല്ലേ? അപ്പോൾ എന്താണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു 110 വരെയായിരുന്നു നോർമൽ ആക്സിസ് എന്നുണ്ടെങ്കിൽ അതിൻ്റെയും പുറത്തേക്കാണ് എന്ത് വന്നിട്ടുള്ളത്? നമ്മളുടെ ഈ ഓവറോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയുടെ ആക്സിസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇത്? റൈറ്റ് ആക്സിസ് ഡീവിയേഷനുള്ള ECG ആണ് ആരുടേത്? അർജുൻ്റെതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ എവിടെ നിന്ന് കിട്ടുന്നത്? ഈ വാർഡിൽ നിന്ന് എനിക്ക് കിട്ടിയ ECG പേപ്പറിൽ ഞാൻ എന്ത് ചെയ്യും? ഈ 12 റെക്റ്റാങ്കിളിൽ ഈ 2 റെക്റ്റാങ്കിൾ മാത്രം സെപ്പറേറ്റ് എടുത്ത് നോക്കും. എന്നിട്ട് ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് ഞാനിങ്ങനെ ചെയ്തു നോക്കും. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇനിയും മനസ്സിലാവാത്തവർക്ക് ഞാൻ എന്ത് ചെയ്യാം? വേറൊരു പ്രോബ്ലം എടുക്കാം, ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ്റെ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മളെടുത്തത് രണ്ടും നെഗറ്റീവ് ആണല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലീഡ് 1ൽ പോസിറ്റീവ് കിട്ടണം. ഓക്കെ, ഇപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടിയതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിച്ചു. ഓക്കെ, ഇതേപോലെ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ ഇതെന്ത് ചെയ്യാം? ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിൽ 6 സ്മോൾ സ്ക്വയറും ഇതൊരു 2 സ്മോൾ സ്ക്വയറും ആണെന്ന് വിചാരിക്കുക ലീഡ് 1ൽ. അപ്പോൾ ലീഡ് 1 നേരത്തെ പോലെ പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ്, ഇത് 1ൻ്റെത്, ഇത് AVFൻ്റെത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? AVFന് അപ്പോൾ ഈ കേസിൽ എനിക്കറിയാം 4 സ്മോൾ സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. ലീഡ് 1ൽ 4 സ്മോൾ സ്ക്വയർ റൈറ്റ്. അതേപോലെ തന്നെ AVFൽ എനിക്ക് കിട്ടിയത് നെഗറ്റീവ് ആണെന്ന് സപ്പോസ് ചെയ്തോ. അപ്പോൾ AVFൽ നെഗറ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 6ൻ്റെത് കുറച്ചിട്ട് S-ൻ്റെത് കൂട്ടണം. ഓക്കെ, എങ്ങനെയാണ് ഇതിന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഇത് 1 സ്മോൾ സ്ക്വയർ, ഇത് 5 സ്മോൾ സ്ക്വയർ ആണെങ്കിൽ 1 - 5 = -4 റൈറ്റ്. ഒരു ബേസിക് മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വലിയ ഇഷ്ടമില്ലാത്ത ആളുകളായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും മാത്സിനോട്. അപ്പോൾ -4 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ -4 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ അല്ലേ? -4. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഓവറോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി 2 ലീഡും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ വരും. അപ്പോൾ നോർമലി വേണ്ടത് എനിക്കറിയാം എന്താണ്? 110 മുതൽ ഈ ഒരു റേഞ്ചിലാണ് വരേണ്ടത് നോർമലി. അപ്പോൾ ഇത് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്? ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ ആയിരിക്കും. ഇനി അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആക്സിസ് ഡീവിയേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2 ലീഡും നെഗറ്റീവായിട്ട് വരണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ലീഡ് 1 AVF ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുക. അപ്പോൾ 2 ലീഡും നെഗറ്റീവ് ആക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ ചിത്രം എങ്ങനെ ഉണ്ടാവും? ഇത് Q, ഇത് R ചെറുത്, S വലുത്. അപ്പോൾ 1 നെഗറ്റീവായി. ഓക്കെ, ഇനി AVF ഞാൻ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് Q ചെറുത്, R കുറച്ചും കൂടി ചെറുത്, S ഭയങ്കരമായിട്ട് വലുപ്പം കൂട്ടി. ഓക്കെ, അപ്പോൾ AVFലും 1ലും എന്തായി? ഒരു നെഗറ്റീവ് ഡീവിയേഷൻ കിട്ടും അല്ലേ? അപ്പോൾ ഞാൻ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് മൈനസ് ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരും. അപ്പോൾ ഓവറോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഈ ഡയറക്ഷനിൽ വരുന്ന സമയത്ത് എന്തായി? നമുക്ക് എന്ത് കിട്ടി?
ഈ ഒരു റേഞ്ചിലാണ് എന്തെന്ന് മനസ്സിലായി, നമുക്ക് ഓവറോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പോകുന്നത് എന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഇൻ്റർമീഡിയറ്റ് ആക്സിസിൻ്റെ കേസ് സിനാരിയോ. അപ്പോൾ ഇതാണ് ആക്സിസ് ഓഫ് ഇ സി ജി. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹാർട്ട് റേറ്റ് പഠിച്ചു, അതുപോലെ തന്നെ നമുക്ക് ആക്സിസ് ഓഫ് ഇ സി ജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, അതുപോലെ വാട്ട് ഇസ് നോർമൽ ഇ സി ജി. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ ഹാർട്ടിലെ കണ്ടക്ഷൻ അബ്നോർമാലിറ്റീസ് ഏത് രീതിയിലൊക്കെയാണ്. അപ്പോൾ ഓരോന്നിലും എന്തൊക്കെ സംഭവിക്കും, ഈ പറഞ്ഞ പി ക്യു ആർ എസ് കോംപ്ലക്സ്, പി ആർ ഇൻ്റർവെൽ, എസ് ടി ഇൻ്റർവെൽ അല്ലെങ്കിൽ എസ് ടി സെഗ്മെൻറ്റ്, ഐസോ ഇലക്ട്രിക് സെഗ്മെൻറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്ത് മാറ്റം സംഭവിക്കും ഓരോ അബ്നോർമാലിറ്റിയിലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഹാർഡർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ദെൻ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അങ്ങനെ ഇ സി ജി മലയാളത്തിൽ ക്ലാസ് യൂട്യൂബിലൊന്നും വന്നിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിന് വി ഷുഡ് ലേൺ ദം ഹൗ ടു ഇൻ്റർപ്രറ്റ് ഇൻ ഇ സി ജി. ഓക്കെ, സോ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഈ നോളജ് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിലൂടെ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ നല്ല ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇ സി ജി ക്വസ്റ്റ്യൻസൊക്കെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് പ്രാക്ടിക്കലിൻ്റെ സ്പോട്ടേഴ്സായിട്ട് വെക്കാറുണ്ട്. അതേപോലെ തന്നെ പി ജി എൻട്രൻസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് മെഡിസിനിൽ. ഓക്കെ, സോ കീപ് ലേണിംഗ്. നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു റിസൾട്ടോട് കൂടി ഫ്ലൈയിങ് കളേഴ്സോട് കൂടി നമുക്ക് വിജയിക്കാം. ഓക്കെ, ബൈ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.